നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പറഞ്ഞത് ഞങ്ങളുടെ ഇവന്റ് കമ്പനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ് സർ. ആക്ച്വലി ഇതൊരു ജോലിയായിട്ടല്ല ഞങ്ങൾ ഏറ്റെടുക്കുന്നത്, ഒരു ചുമതലയായിട്ടാ. അതുകൊണ്ട് വീട്ടുകാർ ചിലത് മറന്നാലും ഞങ്ങൾ സ്വയം അറിഞ്ഞ് അതൊക്കെ അറേഞ്ച് ചെയ്യും. അത്രേ ഉള്ളൂ. അതെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തൃപ്തിയാ. ബന്ധുക്കളും അത് പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അമ്മ ഈവന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. എങ്കിലത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാവും സർ. ഗുഡ് വില്ലും അതുവഴി ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയുമാണ് ഇത്തരം കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി. താങ്ക്സ് എ ലോട്ട്. സോറി. ഞാനല്പം വൈകിപ്പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി, വരൂ. ഞങ്ങളിപ്പോ ചോദിച്ചതേ ഉള്ളൂ. അതെ, മുറിയിൽ പോയി എന്റെ ഡയറി എടുത്തോണ്ട് വരൂ. പിന്നെ കാറ്ററിംഗിന്റെ കോൺട്രാക്ട് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളുടെയും ചെക്ക് ഞാൻ രണ്ടായിട്ടാണ് എഴുതിയത്. അങ്ങനെ മതി സർ. രണ്ടും രണ്ട് അക്കൗണ്ടുകളാ, ബാങ്കിന് രണ്ടാ. ഇത് നമ്മൾ ഇവന്റിന് വേണ്ടി സൈൻ ചെയ്ത എഗ്രിമെന്റിൽ രേഖപ്പെടുത്തിയ തുകയ്ക്കുള്ള ചെക്ക്. ദാ, നമ്മുടെ രാധക്കുട്ടിയുടെ ചങ്കു തന്നെ ഐശ്വര്യമായി കൊടുത്താട്ടെ. താങ്ക് യു സർ. ഏയ്, കഴിഞ്ഞിട്ടില്ല. 1 മിനിറ്റ്. ഇതെന്റെ പേഴ്സണൽ സന്തോഷം. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഒരിടത്തും പോയി ഇടപെട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായേയില്ല. ഞാൻ പൂർണ്ണമായും ഫ്രീ ആയിരുന്നു എന്ന് സാരം. അതുപോലെ ചായ മുതൽ ലഞ്ചും ഡിന്നറും ഒക്കെയായി ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾ ഇവിടെ സെർവ് ചെയ്തു. അത് കഴിച്ചുപോയ ഒരാളും ഒരു കുറ്റവും പറഞ്ഞില്ല. ഇന്നലെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ആ സന്തോഷമാണ് ഇതാ ഈ ചെക്കിൽ. രണ്ടുപേരും ഇത് വാങ്ങണം. ഒരു പ്രസന്റ് ആണ്. താങ്ക് യു സർ. താങ്ക് യു. സത്യം പറഞ്ഞ ഇവിടെ ഞാൻ 2 പേർക്കാ നന്ദി പറയേണ്ടത്. ഒന്നാമത്, ഇങ്ങനൊരു ഇവന്റിന്റെ കാറ്ററിംഗ് ചുമതല പൂർണ്ണമായും എന്നെ ഏൽപ്പിച്ച പ്രസാദ് ഏട്ടന്. പിന്നെ വർമ്മ സാറിന് താങ്ക് യു സർ. താങ്ക് യു രാധ. താങ്ക് യു വെരി മച്ച്. അതെ, ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ജസ്റ്റ് പറയുന്നു, അത്ര തന്നെ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? സാർ പറയണം. സാർ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ഓക്കെയാണ്. പ്രസാദിന്റെ ടോട്ടൽ മാനേജ്മെന്റും അഞ്ജലിയുടെ ഫുഡ് മാനേജ്മെന്റും നിങ്ങളുടെ ഇവന്റ് കമ്പനിക്ക് മുതൽക്കൂട്ടാണെന്ന് തെളിയിച്ചിരിക്കുന്നു. മേലിലും ഇത് രണ്ടും ഒരുമിച്ച് വരേണ്ടത് ഇതിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് കരുതണം. അതുകൊണ്ട് ഞാനൊരു കാര്യം നിർദ്ദേശിക്കുകയാണ്. ഇനി മേലാലെങ്കിലും പ്രസാദും അഞ്ജലിയും വിവാഹം കഴിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്തു പറയുന്നു? നമസ്കാരം കൊച്ചുവക്കീലെ. തൃപ്പങ്ങോട് വിട്ട ഈ നഗരത്തിൽ വന്ന് ചേക്കേറിയാൽ
നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? അഡ്രസ് വെച്ച് ആദ്യം ചെന്നത് നിന്റെ വീട്ടിലേക്കാ. അവിടെ താമസിക്കുന്ന ചിലർ പറഞ്ഞിട്ട് ദാ നിന്റെ ഈ തട്ടുകട പ്രേമം അറിഞ്ഞതും നിന്നെ തിരക്കി ഇങ്ങോട്ട് വന്നതും. അപ്പൊ എങ്ങനെ, നമുക്ക് എന്റെ സ്ഥലത്ത് പോയിരുന്ന് വിശദമായിട്ട് സംസാരിച്ചാലോ? വക്കീല് വന്ന് വണ്ടി കയറ്. അപ്പോഴേ സമയം കളയാതെ ഓഫീസിൽ നിന്ന് കമ്പനി രജിസ്ട്രേഷന്റെ ഫോം ഇങ്ങതാ. ഞാൻ അകത്തേക്ക് കയറിയാലേ പുഷ്പൻ ചേട്ടൻ എന്നെ സൽക്കരിച്ചിട്ടേ വിടൂ. ചെക്ക് സമയം താമസിക്കാതെ ബാങ്കിൽ കൊണ്ടിട്ടാലേ ഞങ്ങളുടെ കാര്യം നടക്കൂ. ഫാമൊക്കെ എടുത്തു തരാം, പക്ഷേ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ വർമ്മ സാറ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചിലത് മനസ്സിൽ വെക്കണ്ട. ആളുകള് സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോ അവരെ തമ്മിൽ കെട്ടിയിടാൻ ചിലർക്കൊക്കെ വലിയ ഉത്സാഹമാണ്. അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ നമ്മൾ കളഞ്ഞാ മതി. ഓ, വർമ്മ സാറ് നമ്മള് തമ്മിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞ കാര്യമാണോ പ്രസാദേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. പറയുന്നവർക്ക് എന്തും അങ്ങ് പറയാലോ. പക്ഷേ മകന്റെ കാര്യം നോക്കി അവനെ വളർത്തി കഴിയുന്ന അഞ്ജലിയുടെ സ്വസ്ഥത കളയാൻ എന്തായാലും ഞാൻ വരില്ല. അത് ഉറപ്പിക്കാൻ തനിക്ക്. താങ്ക്സ്. പക്ഷേ ഈ ധരിച്ചു വെച്ചിരിക്കുന്നതില് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചതാ. ഇനിയിപ്പോ ഇത്രയും അടുപ്പമുണ്ടായ സ്ഥിതിക്ക് ഇനി അതങ്ങ് തിരുത്താമെന്ന് തോന്നുന്നു. അച്ചു എന്റെ മകനാണ്. ഞാൻ പ്രസവിക്കാത്ത എന്റെ മകനാണെന്ന് മാത്രം. പ്രസവിക്കാത്ത മകനോ എന്ന് പറഞ്ഞ? അതെ പ്രസാദേട്ടാ, അച്ചു എന്റെ അല്ല, ഞങ്ങളുടെ ചേച്ചിയുടെ മകനാ. അവനെ പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചേച്ചി പോയി. പിന്നെ എല്ലാം ഞങ്ങളായിരുന്നു അവന്. പക്ഷേ അവനത് അറിയില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ അവനെ. അതാണ് സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.